വാ ഒന്ന് അടുത്ത് വന്നേ. എന്താ പേരെന്താ? ചേട്ടന്റെ പേരാണോ ശ്രീഹരി? അല്ല, മോന്റെ പേരാ. മോന്റെ പേരാ. എത്ര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിൽ അല്ലേ? ചെണ്ട എത്ര പേരുണ്ട് നിങ്ങള് ടീമില്? പാരമ്പര്യമായിട്ടുണ്ട് അല്ലെ? എത്ര പേരുണ്ടാവും നിങ്ങൾ പോകുന്ന ആ സംഘത്തിൽ? എത്ര പേരുണ്ടാവും? ഒരുപാട് ആളുണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ? ധാരാളം പ്രോഗ്രാം കിട്ടുന്നുണ്ടോ? ഇപ്പൊ സീസൺ ആണ് അല്ലേ? പൂവിനൊക്കെ എന്താ വില? ഇതൊക്കെ എന്താ ഉള്ളത്? മുല്ലയും പിച്ചിയും ഉണ്ടോ? എന്താ വില മുല്ലയ്ക്ക്? എത്രയാ? 200 രൂപ. 35. ഒരു മുഴത്തിന് എത്രയാ? 35 അല്ലേ? വില കൂടിയില്ലേ ഇപ്പൊ? പൊതുവെ വില കൂടി നിൽക്കുക. അപ്പൊ ഇവിടുന്ന് പൂ വാങ്ങിച്ചാൽ എങ്ങോട്ടാ പോവാ ആൾക്കാര്? ഇവിടെ അമ്പലം ഉണ്ടോ അടുത്ത്? അമ്പലമുണ്ട് അല്ലേ? അപ്പൊ ഇവിടുന്ന് പൂജ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോണേ. ഓക്കെ. പൊതുവെ എങ്ങനെയാ ഇലക്ഷൻ ഒക്കെ വരാൻ പോലെ തെരഞ്ഞെടുപ്പ് സാധ്യത ആർക്കാ? കച്ചവടമായിട്ട് പറഞ്ഞുകൂടാന്നുള്ളതാണ്. എന്നാലും മത്സരം ശക്തമാവും അല്ലേ? ശക്തമായ മത്സരം ഉണ്ടാവും. എന്താ അവസ്ഥ? എന്നാ അടുത്തോട്ട് വന്നോളൂ. ഓട്ടോ ആണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? മോശമില്ലാത്ത പോകുന്നുണ്ട്. ഇലക്ഷനോ? ചൂട് പിടിച്ച് വരുന്നില്ല. സാധ്യത ആർക്കാ? ആണോ? സാധ്യതയുണ്ട് അല്ലേ? അപ്പോ രണ്ടു കൂട്ടർക്കും സാധ്യതയുണ്ട്. അപ്പൊ ചൂടേറിയ ഒരു മത്സരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ശരി, കാണാം നമുക്ക്. അപ്പൊ നമ്മള് പേരാമ്പ്രയിൽ നിന്നുള്ള യാത്ര തുടരുകയാണ്. നമസ്കാരം ചേട്ടാ. നല്ല മത്സരമായിരിക്കും അല്ലേ? നല്ല ചൂടല്ലേ? എപ്പോഴാണ് നിങ്ങൾ ഈ പണി നിർത്തുന്നത്? രാവിലെ പണി 12 മണിക്ക്. 12 മണിയാകുമ്പോൾ നിർത്തി ഒരു ബ്രേക്ക് എടുക്കും. പിന്നെ വരൂല? അതുകൊണ്ട് കഴിയും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരും. എത്ര മണിക്ക്? 4 മണിക്ക് വരുമോ? അല്ല, 3 മണി. 3 മണി അല്ലേ? ഒരു ദിവസം മൊത്തം ഇപ്പൊ പണിയെടുത്താൽ ശരാശരി എത്ര രൂപ കിട്ടും? കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാം. കുഴപ്പമില്ലാത്ത ജീവിക്കാം. പക്ഷെ ചെലവ് കൂടുന്നുണ്ട് അല്ലേ? ആണല്ലേ? എന്താ പൊതുവെ സാധ്യത ഇവിടെ മണ്ഡലത്തില്? ടീച്ചർക്ക് ആണോ? എന്താ സാധ്യത? അതെ, ടീച്ചർക്ക് സാധ്യത ഉണ്ട് അല്ലേ? എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താ അങ്ങനെ പറയാൻ കാര്യം? പറയാൻ കാരണം താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. കഴിഞ്ഞ ഗവൺമെന്റിൽ ആരോഗ്യമന്ത്രി അന്തർദേശീയ അവാർഡ് അടക്കം കിട്ടിയ ആളാണല്ലോ. അപ്പൊ നല്ലൊരു MP ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലെ? പക്ഷെ മുരളീധരൻ മോശമാക്കിയിട്ടില്ല. മുരളീധരൻ മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ്. മുരളീധരൻ മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണോ ചേട്ടാ അവസ്ഥ? അല്ലേ? സാധ്യതയുണ്ട് അല്ലേ? ടീച്ചർ തന്നെ ജയിക്കും. ടീച്ചറെ താരതമ്യപ്പെടുത്തുമ്പോൾ ടീച്ചർ തന്നെയാണ് ബെസ്റ്റ്, മുരളി അല്ല. ഓക്കെ, അതൊരു വോട്ടറുടെ നിരീക്ഷണമാണ്. അപ്പോൾ മറുഭാഗത്ത് മുരളീധരന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വൈകുന്നത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, മുരളീധരൻ തന്നെയാണ്. ശക്തമാണ്. ശക്തനായ സ്ഥാനാർത്ഥിയാണ്. സിറ്റിംഗ് MP എന്ന നിലയിൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് അല്ലേ? അപ്പോ ശൈലജ ടീച്ചർ ഒത്ത എതിരാളിയാ അല്ലേ? ശക്തമായ മത്സരമായിരിക്കും അല്ലേ? ഉറപ്പ്. അതില് ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുമോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ സാമ്പത്തിക വർഗീയ ഫാസിസ്റ്റ് തീരുമാനങ്ങൾ നയങ്ങൾക്കെതിരെ ശക്തമായ വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാവും. പേരാമ്പ്ര ഉണ്ടാവും, വടകര ഉണ്ടാവും. സാധ്യത എല്ലാം ശരിയാവും. ഒക്കെ ശരിയാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. അവസാന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വരണം. ഇല്ലെങ്കിൽ കോൺഗ്രസ് വരണം. അപ്പൊ കോൺഗ്രസിന് മികച്ച ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടി മുരളീധരനെ ആയിരിക്കുമോ? മുരളി ജയിക്കും. മുരളി ജയിക്കും. 1 ലക്ഷം വോട്ടിന് ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 1 ലക്ഷം വോട്ടിനോ? തീർച്ചയായിട്ടും. ആണോ? അതെന്താ അത്രയും കാര്യം? ശൈലജ ടീച്ചർ എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ? ശൈലജ ടീച്ചറിനോടും താല്പര്യമുണ്ടല്ലോ. പക്ഷേ ഈ കോവിഡ് കാലത്ത് നടന്ന അഴിമതികളുണ്ടല്ലോ, അത് ജനങ്ങളെ മനസ്സിന്ന് മാഞ്ഞുപോയിട്ടില്ല. 1300 കോടി ഉറുപ്പിയുടെ അഴിമതി സാമ്പത്തിക കുറ്റവാളും നടത്തിയിട്ടുണ്ട്. ലോകായുക്ത കിടക്കുന്ന ഒരു കേസാണ്. അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് TP ചന്ദ്രശേഖരൻ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ വടകരയിൽ അങ്ങനെ ചില ഫാക്ടേഴ്സ് മുരളീധരന് അനുകൂലമായിട്ടുണ്ട് എന്നാണ് ചില വോട്ടർമാർ പറയുന്നത്. മാത്രമല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണം എന്നൊരു തോന്നലും വോട്ടർമാർക്കിടയിലുണ്ട്. അപ്പോൾ നമ്മളിനി ശൈലജ ടീച്ചറെ കാണാൻ പോകണം. നമുക്ക് ശൈലജ ടീച്ചറിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. വോട്ടർമാർ ഭൂരിപക്ഷം ആൾക്കാരും കടുത്ത മത്സരത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകും.